എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ഇന്ദിരാമ്മ ഹാളിലെ സോഫയിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ ആരതിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവളുടെ മുറിക്ക് മുൻപിലെത്തിയതും ഇന്ദിരാമ്മയൊന്ന് നിന്നു. കണ്ണുകളടച്ച് ശ്വാസമൊന്ന് വലിച്ചെടുത്ത ശേഷം വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ചൊന്ന് തിരിച്ചു. വാതിൽ അകത്തുനിന്നും ലോക്കല്ലാത്തതുകൊണ്ട് തന്നെ അത് തുറന്നു വന്നു. അകത്ത് കട്ടിലിൽ കമിഴ്ന്നു കിടപ്പുണ്ട് അവൾ. അവളുടെ ദേഹം ഇളകുന്നതിൽ നിന്നും തന്നെ അവൾ കരയുകയാണെന്ന് ഇന്ദിരാമ്മയ്ക്ക് മനസ്സിലായി. അവർക്ക് അവളോട് വല്ലാത്ത അലിവും സ്നേഹവും തോന്നി. പക്ഷേ അതൊന്നും ഇപ്പോൾ പുറത്തു കാണിച്ചാൽ ശരിയാവില്ലെന്ന് അവർക്ക് തോന്നി. അവർ മുഖത്ത് ദേഷ്യം വരുത്തി തീർത്തുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ചെന്നു. ആരതി, നീ ഇങ്ങനെ കരഞ്ഞു കിടന്നാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലെന്നുണ്ടോ? ഒട്ടും മയമില്ലാതെ തന്നെ ഇന്ദിരാമ്മ അവളോട് ചോദിച്ചു. അതുകേട്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഇനിയും എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അത് അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റാത്തോണ്ടാ, ഒട്ടും പറ്റാത്തോണ്ടാ. പറഞ്ഞു വന്നതേ അവളുടെ നെഞ്ച് പിടഞ്ഞു. സ്വരം ഇടറി. കരച്ചിൽ ചീളുകൾ വീണ്ടും പുറത്തേക്ക് ചിതറി വീണു. അവളുടെ അവസ്ഥ കണ്ട് ഇന്ദിരാമ്മയുടെ നെഞ്ചും ഒന്ന് പിടഞ്ഞു പോയിരുന്നു. കൂട്ടത്തിൽ അവളോട് ഒത്തിരി സ്നേഹവും തോന്നിപ്പോയി. തന്റെ മോന്റെ ഭാഗ്യം, അവർ മനസ്സിൽ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. നിനക്ക് മാത്രമല്ല സങ്കടം, എനിക്കുമുണ്ട് സങ്കടം. അവന് 10 വയസ്സുള്ളപ്പോൾ എന്നെയും അവനെയും ഉപേക്ഷിച്ചു പോയതാ അവന്റെ അച്ഛൻ. അതിനുശേഷം അവനായിരുന്നു എന്റെ ജീവിതം. അവന് വേണ്ടിയാ ഞാൻ ജീവിച്ചത് തന്നെ. അവൻ ജീവിച്ചത് എനിക്കും വേണ്ടി. അവന്റെ അച്ഛൻ പോയപ്പോൾ മറ്റുള്ള ആളുകളുടെ നോട്ടവും സംസാരവും സഹിക്കാനും ചെറുത്തു നിൽക്കാനുമാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുവരെ ഭർത്താവെന്ന് പറഞ്ഞ് ഒരാൾ കൂടെയുള്ളതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ലാതെ എനിക്കോ എന്റെ മോനോ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ഒരു 50 പൈസയുടെ മിഠായി പോലും അവന്റെ അച്ഛൻ അവന് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഞാൻ ജോലിയെടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്നത് നശിപ്പിക്കാനും അടിച്ചും കുത്തിയും ഉപദ്രവിക്കാനുമേ അയാൾ ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാം സഹിച്ച് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ പോറ്റിക്കൊണ്ടുവന്ന എന്റെ മോനാ, അവനാ ഇപ്പോ എന്നെ വിട്ടിട്ട് പോയത്. ഈ ജന്മത്തിൽ ഇനി എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ? ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? അതുപോലെ നീയും പിടിച്ചു നിൽക്കണം. നിന്നേ പറ്റൂ. ഇന്ദിരാമ്മ പറഞ്ഞതും അവൾ വേദനയോടെ കരച്ചിലടക്കി പിടിച്ച് അമ്മയെ നോക്കി. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് ഞാനൊരു മോളെ കൊണ്ടുതരട്ടെ എന്ന്. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് കല്യാണം കഴിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അവൻ എന്നെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. എപ്പോഴത്തെയും പോലെ കുറുമ്പ് നിറഞ്ഞ അവന്റെ ചിരി. ആ ഓർമ്മയിൽ അവരുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ അവരുടെ കണ്ണുകൾ നിറയുകയും ചുണ്ടിലെ ചിരി മാഞ്ഞ് അത് വിതുമ്പുകയും ചെയ്തു. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ അവർ അമർത്തി തുടച്ചു. ഒരു നിമിഷം അവളും അവന്റെ ആ ചിരി ഓർത്തുപോയി. ആദ്യമായി ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ചിരിച്ച ചിരി, പിന്നീട് ഓർഫനേജിൽ വന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ ചിരിച്ച ചിരി, താലി കെട്ടി കൂടെ കൂട്ടിയപ്പോൾ തന്നെ നോക്കി ചിരിച്ച ചിരി, ആദ്യമായി ഉമ്മ വെച്ചപ്പോഴും കെട്ടിപ്പിടിച്ചപ്പോഴും തന്റെ ശരീരത്തിൽ ഓരോ കുറുമ്പ് കാണിക്കുമ്പോഴും ചിരിച്ച ചിരി. അങ്ങനെ ഓരോ ചിരിക്കും ഓരോ ഭാവമായിരുന്നു. ഒന്നിൽ വാത്സല്യം, ഒന്നിൽ കരുതൽ, ഒന്നിൽ സ്നേഹം, ഒന്നിൽ പ്രണയം, പിന്നെ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, തന്നെ എപ്പോഴും അവനിൽ കുരുക്കിയിട്ടിരുന്ന വേറൊരു ഭാവത്തിൽ വേറൊരു ചിരി. ഓർത്തു വന്നപ്പോഴേക്കും അവൾക്ക് വല്ലാതെ വേദനിച്ചു. വല്ലാതെ. ആ ആളില്ലാതെ ഇനി ഒരു നിമിഷം പോലും ശ്വാസമെടുക്കാൻ പറ്റില്ലെന്നതുപോലെ, ചങ്കു പിളർന്നു പോകുന്നത് പോലെ ഒരു വേദന, സമനില തെറ്റുന്നത് പോലെ ഒരു വേദന, ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും കൊതിച്ചു പോകുന്നത് പോലെ ഒരു വേദന. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് സങ്കടം ഉള്ളിലൊതുക്കാൻ കഷ്ടപ്പെട്ടു. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണമ്മേ, ഒത്തിരി ഇഷ്ടം. അവൾക്ക് ആരുമില്ല. അമ്മയ്ക്ക് അവള് നല്ലൊരു മോളായിരിക്കും. അവളെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരട്ടെ എന്നവൻ ചോദിച്ചപ്പോൾ മറുത്തൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അവന്റെ ഇഷ്ടമായിരുന്നു എനിക്ക് വലുത്. അവന്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. അവൻ പറഞ്ഞതുപോലെ തന്നെ നീ എനിക്ക് മരുമോളായിരുന്നില്ല, മോള് തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാ ഞാനും നിന്നെ സ്നേഹിച്ചത്. അമ്മ പറഞ്ഞപ്പോൾ അവളും അതോർത്തുപോയി.
അമ്മ പറഞ്ഞത് ശരിയാണ്. അന്ന് ഓർഫനേജിൽ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു മോളായി എനിക്ക് നല്ലൊരു കൂട്ടായി വന്നേക്കാമോ എന്നാണ് ചോദിച്ചത്. അന്നവൻ വാക്ക് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മ ഇനി നിന്റെ കൂടെ അമ്മയാണെന്ന്. അത് സത്യവുമായിരുന്നു. അമ്മായിയമ്മ ആയിട്ടല്ല, സ്വന്തം അമ്മയായിട്ട് തന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. രാഹുലേട്ടനും അതെ, എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടേയുള്ളൂ. വെറുതെ പോലും ഒന്ന് നോവിച്ചിട്ടില്ല. അതുവരെ സ്വന്തവും ബന്ധവും ഇല്ലാതിരുന്ന തനിക്ക് എല്ലാമായി മാറി. ജീവന് തുല്യം സ്നേഹിച്ചു. പക്ഷേ ഒരിക്കലും തന്നെ തനിച്ചാക്കില്ലെന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോഴേക്കും ആളങ്ങ് പോയി. തന്നെയും അമ്മയെയും തനിച്ചാക്കി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ ലോകത്തേക്ക് പോയി കളഞ്ഞു. ഓർക്കുമ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു. സങ്കടം അടക്കാനാവാതെ അവൾ ഇന്ദിരാമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവരും കരഞ്ഞുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു കൈകൊണ്ട് അവളുടെ മുടിയിലൂടെ പതിയെ തലോടി കൊടുത്തു. നിന്റെ സന്തോഷമാണ് മോളെ എന്നും എൻ്റെ മോൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനിയും നിന്നെ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ലെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. ആ അവൻ കാരണം തന്നെ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ അവന് സാധിക്കുമോ? അതും നിന്റെ ഈ ചെറിയ പ്രായത്തിൽ. അമ്മയ്ക്കറിയാം മോൾക്ക് സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ മുൻപോട്ട് പോയല്ലേ പറ്റൂ. മുൻപോട്ട് പോണം. അല്ലെങ്കിൽ എൻ്റെ മോൻ ഒരു സ്വസ്ഥതയും കിട്ടാതെ ഇവിടെയൊക്കെ ഇങ്ങനെ. എനിക്ക് എൻ്റെ മോൻ്റെ മനസ്സ് അറിയാം. ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെ അവനിപ്പോഴും ഇങ്ങനെ. എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ കൂടി പോയാൽ പിന്നെ എൻ്റെ മോൾക്ക് ആരാ ഉള്ളത്? എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്കാക്കി അമ്മ ഇങ്ങ് വന്നില്ലേ എന്നവൻ എന്നോട് ചോദിച്ചാൽ എൻ്റെ കുട്ടിയോട് ഞാൻ എന്ത് പറയും? അതുകൊണ്ട് എൻ്റെ മോള് അമ്മയ്ക്കും അവനും വേണ്ടി ഈ കല്യാണത്തിന് സമ്മതിക്കണം. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം ജീവിക്കണം. അമ്മ പറഞ്ഞു വന്നതും അവളുടെ ദേഹം വീണ്ടും ഒന്ന് വെട്ടിവിറച്ചു. അമ്മേ, എനിക്ക് പറ്റില്ല അമ്മേ. രാഹുലേട്ടനെ മറന്ന് വേറൊരാളുടെ കൂടെ എനിക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് നമ്മൾ പോരെ അമ്മേ. അമ്മ ജീവിക്കുന്നിടത്തോളം കാലം ജീവിച്ചാൽ മതി എനിക്കും. എല്ലേലും രാഹുലേട്ടൻ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കണമെന്ന് എനിക്കുമില്ല. അമ്മയെ ഓർത്താണ് ഞാൻ. എല്ലേൽ എന്നോ ഞാൻ. പറഞ്ഞുകൊണ്ട് അവൾ പ്രതീക്ഷയോടെ അമ്മയെ നോക്കി. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ലെന്ന് ഇന്ദിരാമയ്ക്ക് തോന്നി. അത് തൻ്റെ മോനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അവൻ അവൾക്ക് കൊടുത്ത സ്നേഹം മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവൾക്കൊരു ജീവിതം വേണ്ടേ? ഈ ചെറിയ പ്രായത്തിലെ ഇല്ലാതാക്കി കളയാനുള്ളതാണോ അവളുടെ ജീവിതം? ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൾക്ക് മനസ്സിലാകില്ല. അവളോട് ദേഷ്യത്തിൽ തന്നെ പറയുന്നതാണ് നല്ലതെന്ന് ഇന്ദിരാമയ്ക്ക് തോന്നി. നിനക്കെന്താ ആരതി, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര തവണ നിന്നോട് പറയണം? ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാനാണോ നിന്റെ ഉദ്ദേശം? അവളെ തന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഇന്ദിരാമ പറഞ്ഞു. അവർ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നി. അവരുടെ ആ ഭാവത്തിൽ അവളാകെ പകച്ചുപോയി. അമ്മേ, അവൾ എന്തോ പറഞ്ഞു വന്നതും അവർ അവളെ തടഞ്ഞു. മതി, ഇതുവരെ പറഞ്ഞത് തന്നെയാണ് ഇനിയും നീ പറയാൻ പോകുന്നതെങ്കിൽ നീ അതിനി പറയേണ്ട. എനിക്കൊന്നും കേൾക്കേണ്ട. ഇപ്പോ വന്നിരിക്കുന്ന ഈ ആലോചന നല്ലതാ. എനിക്ക് അവനെ അറിയാം. അവന്റെ അമ്മയും അച്ഛനും ആദ്യം മരിച്ചുപോയി. നിന്നെപ്പോലെ ഒരു കല്യാണം അവനും കഴിച്ചിരുന്നു. പക്ഷേ അവന്റെ വില അവൾക്ക് മനസ്സിലായില്ല. അവൾ അവനെ ഒഴിവാക്കി വേറൊരുത്തന്റെ കൂടെ പോയി. ഒരു 2ാം കെട്ടുകാരന്റെ ആലോചനയാണ് അമ്മ നിനക്ക് കൊണ്ടുവന്നതെന്ന് കരുതേണ്ട. അവൻ നല്ലവനാ. അവന്റെ കാരണം കൊണ്ടല്ല അവൾ വേറൊരുത്തന്റെ കൂടെ പോയത്. അവൾ അവനെ ചതിച്ചു. അത് അത്രയുള്ളൂ. പക്ഷേ അവനിപ്പോ ഒറ്റയ്ക്ക, ആരുമില്ല. ആ അവന് മോളൊരു കൂട്ടാകണം. മോൾക്കും അവൻ നല്ലൊരു കൂട്ടാകും. അത് ഈ അമ്മയ്ക്ക് ഉറപ്പാ. നല്ലതല്ലാത്തതൊന്നും മോൾക്ക് വേണ്ടി ഈ അമ്മ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പറയാ, മോള് ഈ കല്യാണത്തിന് സമ്മതിക്കണം. എന്നിട്ട് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണുന്നതാ എനിക്കും എൻ്റെ മോനും ഇഷ്ടം. ഇനി അതല്ല, ഞാൻ പറഞ്ഞത് കേൾക്കാതെ എൻ്റെ വാക്കിന് ഒരു വിലയും തരാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോ. പക്ഷേ അതെന്റെ കൂടെ ജീവിച്ചുകൊണ്ട് വേണ്ട. എവിടേക്കാ എന്ന് വെച്ചാ പൊയ്ക്കോ. ഓർഫനേജിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടേക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാ. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ ഈ അമ്മയെ കൂടി മറന്നേക്കണം. പിന്നെ ഇവിടേക്ക് വന്നു പോകരുത്. എന്നെ കാണാനോ എന്നോട് മിണ്ടാനോ ശ്രമിക്കരുത്.
എന്താണേലും നാളെ പറഞ്ഞാൽ മതി. ഒട്ടും മയമില്ലാതെ എന്നാൽ നിറഞ്ഞ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അമ്മ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ എത്തിയതും അമ്മ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന രാഹുലിന്റെ ഫോട്ടോ കയ്യിലെടുത്തു. ഫോട്ടോയിലെ അവന്റെ മുഖത്തുകൂടെ വിരലോടിക്കുമ്പോൾ അവരുടെ വിരലുകൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി. നെഞ്ച് പൊട്ടിപ്പോകുന്നത് പോലെ ഒരു വേദന അവർക്ക് തോന്നി. അവള് ജീവിക്കട്ടടാ മോനെ. ചെറുപ്രായത്തിലെ ഒറ്റയ്ക്ക് കഴിയുന്നതിന്റെ ബുദ്ധിമുട്ട് നിന്റെ അമ്മ നല്ലോണം മനസ്സിലാക്കിയതാ. എനിക്ക് പിടിച്ചു നിൽക്കാൻ നീയുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് ആരുമില്ല. ഞാനല്ലാതെ അവൾക്ക് ആരുമില്ല. എനിക്കെന്തേലും പറ്റിയാൽ പിന്നെ അത് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും? അതൊരു പാവമാടാ. ആരോടും ഒന്നിനുമില്ലാത്തൊരു പാവം. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്തൊരു പാവം. അവൾക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു കൂട്ട് വേണം. എത്രയൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാലും കാലം അത്ര നല്ലതല്ല മോനെ. അവൾക്കൊരു കൂട്ട് വേണം. ഞാൻ മോളോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെടാതെ പറഞ്ഞാൽ പെണ്ണിന് മനസ്സിലാവില്ല. ക്ഷമിച്ചേക്കണേ മോനെ അമ്മയോട് പറഞ്ഞുകൊണ്ട് അവരവന്റെ മുഖത്ത് ഇറ്റുവീണ കണ്ണുനീർ തുള്ളികൾ നീറുന്ന നെഞ്ചോടെ തുടച്ചു കളഞ്ഞു. ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയ അമ്മയ്ക്ക് പിറകെ വന്നതായിരുന്നു അവൾ. അവന്റെ ഫോട്ടോയും പിടിച്ച് അമ്മ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അകത്തേക്ക് കയറാൻ തോന്നിയില്ല. അവൾ ആ ചുമരും ചാരി അങ്ങനെ നിന്നു. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതെല്ലാം അവൾ വ്യക്തമായി കേട്ടു. അവൾക്ക് നെഞ്ചാകെ വേദനിച്ചു. തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നതും അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്കോടി. മുറിയിൽ ചെന്ന അവൾ വാതിൽ അകത്തുനിന്നും അടച്ച ശേഷം കട്ടിലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അയ്യേ, എന്റെ മോള് കരയാണോ? പറഞ്ഞുകൊണ്ട് ആരോ തന്നെ കെട്ടിപ്പിടിച്ചതുപോലെ തോന്നിയതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. നോക്കിയപ്പോൾ മുറിക്കകത്ത് ആരുമില്ല. വാതിൽ ലോക്കാണ്. പക്ഷേ കേട്ട ശബ്ദം അത് തന്റെ പ്രിയപ്പെട്ടവന്റേത് ആയിരുന്നെന്ന് ഓർത്തതും അവളുടെ സങ്കടം കൂടി. അവൾ എഴുന്നേറ്റ് ചെന്ന് ടീപ്പോയിൽ വെച്ച ഫോട്ടോ ഫ്രെയിം കയ്യിലെടുത്തു. അത് അവരുടെ തന്നെ ഒരു ഫോട്ടോ ആയിരുന്നു. വിവാഹത്തിന് എടുത്തത്. അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രാഹുൽ. അവൾ ആ ഫോട്ടോയിലൂടെ വിരലോടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ എന്നെ ഇട്ടേച്ചു പോയത്? ഇങ്ങനെ തനിച്ചാക്കി പോകാൻ ആയിരുന്നേ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്നത്? എന്തിനാ എന്നെ സ്നേഹിച്ചത്? പറയ്, എന്തിനാ എന്നെ സ്നേഹിച്ചത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലാനായിരുന്നേൽ എന്തിനാ എന്നെ സ്നേഹിച്ചത്? ആർക്കും എന്നെ മനസ്സിലാകില്ല, ആർക്കും. അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പദം പറഞ്ഞു കരഞ്ഞു. വാതിലുകളും ജനലുകളും എല്ലാം അടഞ്ഞു കിടന്നിട്ടും എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് പെട്ടെന്ന് ആ മുറിയിലാകെ നിറഞ്ഞു. അവൾ ആ കാറ്റിന്റെ കുളിരിൽ തണുത്തു വിറച്ചു. അവളൊരു ഞെട്ടലോടെ ചുറ്റും നോക്കി. ആരു മോളെ, എന്താ ഇത്? ഇങ്ങനെ കരയല്ലേ. നീ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല. അമ്മ പറഞ്ഞതല്ലേ ശരി? നീ ഇങ്ങനെ എന്നെയും ഓർത്ത് കരഞ്ഞു കരഞ്ഞു ജീവിക്കുന്നത് കണ്ടാൽ എനിക്ക് സമാധാനം കിട്ടുമോ? ഇപ്പൊ തന്നെ വർഷം എത്രയായി മോളെ? 3 വർഷം ആവാനായി നീ എന്നെയോർത്ത് ഇങ്ങനെ കരയുന്നു. ഇത്രയും കരഞ്ഞില്ലേ? ഇനി മതി കരഞ്ഞത്. നിനക്കൊരു കൂട്ട് വേണം. എല്ലാവരിൽ നിന്നും നിന്നെ കരുതുന്നൊരു കൂട്ട്. അതെനിക്ക് കാണണം, കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കാരണം നീ വേദനിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ നീറി പറഞ്ഞു വന്ന് അവസാനം അവൻ കരയുന്നത് അവൾ കേട്ടു. അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. നെഞ്ചിനകത്ത് വല്ലാത്തൊരു കൊളുത്തിപ്പിടുത്തം. അവൾക്ക് വല്ലാതെ വേദനിച്ചു. അവൾ ചുറ്റും നോക്കി. തന്റെ പ്രാണൻ ആയവനെ ഒരു വട്ടം കൂടി ഒന്ന് കാണാൻ, അവനോടൊന്ന് മിണ്ടാൻ, ആ നെഞ്ചിൽ ചേർന്നു നിൽക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. പക്ഷേ സാധ്യമല്ല. അതിനൊന്നും ഇനി സാധ്യമല്ല. അവൻ ഈ ലോകത്തു നിന്നും തന്നെ പോയിരിക്കുന്നു. വീണ്ടും എന്നെ വേദനിപ്പിക്കുക അല്ലേ? എന്നെ കഷ്ടത്തിലാക്കുക അല്ലേ? അവൾ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞു. ചിലപ്പോൾ അവളുടെ മനസ്സിന്റെ തോന്നലുകളാവാം ഇതൊക്കെ. പക്ഷെ അപ്പോഴും ആ തണുത്ത കാറ്റ് അവളെ പൊതിഞ്ഞു നിന്നു. അവന്റെ വാക്കുകളും ഒടുവിൽ അവൻ കരഞ്ഞതും അവളുടെ കാതിൽ നിറഞ്ഞു നിന്നു. അവനെ മറന്ന് മറ്റൊരാളെ, അവന്റെ സ്ഥാനത്ത് മറ്റൊരാളെ, അത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ പറയുന്നു എല്ലാം മറന്ന് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ.
ഇപ്പോ പ്രാണൻ ആയിരുന്നവനും പറയുന്നു അവന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ, അവന് പകരം മറ്റൊരാളെ സ്നേഹിക്കാൻ. എന്തു ചെയ്യും താൻ? അവളുടെ നെഞ്ച് പിടഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ആ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കട്ടിലിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. പിറ്റേന്ന് ഇന്ദിരാമ്മ അടുക്കളയിൽ എന്തോ ചെയ്യുമ്പോഴാണ് അവൾ അടുക്കളയിലേക്ക് വന്നത്. പിറകിലൊരു കാലനക്കം അറിഞ്ഞ ഇന്ദിരാമ്മ തിരിഞ്ഞു നോക്കി. ഇന്ദിരാമ്മ നോക്കുന്നത് കണ്ട് അവൾ തലയും കുനിച്ച് താഴേക്ക് നോക്കി നിന്നു. അവരവളെ കാണാത്തതുപോലെ തിരിഞ്ഞ് വീണ്ടും പണിയെടുക്കാൻ തുടങ്ങി. അമ്മേ, എനിക്ക് സമ്മതാണ്. അമ്മ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം. അമ്മ പറയുന്ന ആര് വേണേലും ഞാൻ കല്യാണം കഴിച്ചോളാം, കൂടെ ജീവിച്ചോളാം. പക്ഷേ എന്റെ രാഹുലേട്ടനെ മറക്കാൻ മാത്രം എന്നോട് പറയരുത്. അത് എനിക്ക് ചത്താലും പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. അവരൊരു ഞെട്ടലോടെ വേഗം വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ നെഞ്ച് പിടിക്കുന്നത് അവർക്ക് അറിയുന്നുണ്ടായിരുന്നു. അവരവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മതി, അമ്മയ്ക്ക് ഇത് കേട്ടാൽ മതി. ഇത്രയും കാലം അമ്മയ്ക്ക് പേടിയായിരുന്നു, അമ്മയ്ക്ക് എന്തേലും പറ്റിയാൽ പിന്നെ എൻ്റെ മോൾക്ക് ആരാ ഉള്ളതെന്ന്. ഇപ്പോ അമ്മയ്ക്ക് സമാധാനമായി. എൻ്റെ മോനും സമാധാനമായി കാണും. പറഞ്ഞുകൊണ്ട് അവരവളുടെ നെറുകിലൂടെ തലോടി ആശ്വസിപ്പിച്ചു. മനു, അതായിരുന്നു അവന്റെ പേര്. രാഹുലിനേക്കാൾ 2 വയസ്സ് മൂപ്പുണ്ട് അവന്. കാണാൻ രാഹുലിനെ പോലെ തന്നെ സുന്ദരനാണ്. അവനെപ്പോലെ തന്നെ നിഷ്കളങ്കമായ മുഖം. പക്ഷേ ആ മുഖത്ത് ഒട്ടും തെളിച്ചമുണ്ടായിരുന്നില്ല, ഉത്സാഹമുണ്ടായിരുന്നില്ല. പെണ്ണ് കാണാനായി വന്നത് മനുവും അവന്റെ ഒരു അമ്മാവനും പിന്നെ ബ്രോക്കറും കൂടിയാണ്. ബ്രോക്കറും അമ്മാവനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും കൂടാതെ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് മനു. ഇന്ദിരാമയെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. നോവ് നിറഞ്ഞ നിഷ്കളങ്കമായൊരു ചിരി. അവന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ ഇന്ദിരാമയ്ക്ക് അവനോടെന്തോ വല്ലാത്തൊരു വാത്സല്യവും അലിവും തോന്നി. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എൻ്റെ മോന്റെ പെണ്ണായിട്ടാ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. മരുമോള് ആയിട്ടല്ല, മോള് ആയിട്ട് തന്നെയാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. തിരിച്ച് അവളും അങ്ങനെ തന്നെയാണ്. ഇപ്പോ എൻ്റെ മോനില്ല, 3 വർഷം ആകാനായി. ഇത്രയും കാലം ഇവള് ഇവിടെ ചത്തു ജീവിക്കായിരുന്നു. ഇനിയും അങ്ങനെ മതിയെന്ന ഇവൾക്ക്. പക്ഷേ അങ്ങനെ പോരാ. എനിക്ക് പെട്ടെന്ന് എന്തേലും പറ്റിയാൽ പിന്നെ ഇവൾക്കാരാ? അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇവളിപ്പോ ഒരു വിവാഹത്തിന് സമ്മതിച്ചതു തന്നെ. നല്ല കുട്ടിയാണ്, സ്നേഹിക്കാൻ മാത്രമേ അതിന് അറിയൂ. ഒരിക്കലും ചതിച്ചിട്ട് പോകില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ആ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ. അവൾക്ക് ആരുമില്ലെന്ന് കരുതി അവളെ കഷ്ടത്തിലാക്കരുത്, സ്നേഹിക്കാതിരിക്കരുത്. എന്നും എപ്പോഴും ചേർത്ത് പിടിക്കണം. എൻ്റെ കുട്ടിയെ കരുതണം. പിന്നെ മരുമോളെ കെട്ടിച്ചു തന്നെന്ന് കരുതി അവൾ എൻ്റെ മോള് അല്ലാതെ ആവുന്നില്ല. ഞാൻ ഇടയ്ക്ക് അവിടേക്ക് വരും. നിങ്ങളും ഇങ്ങോട്ടേക്ക് വരണം. കാരണം ഞാൻ അവൾക്ക് അമ്മ തന്നെയാണ്. അവൾക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് അവളും. കാര്യങ്ങളെല്ലാം വന്നവർക്ക് അറിയുന്നതാണെങ്കിലും ഇന്ദിരാമ്മ ഒന്നുകൂടി പറഞ്ഞു. അതുകേട്ട് മനു ഇന്ദിരാമ്മയെ ഒന്ന് തലയുയർത്തി നോക്കി. അവരുടെ കൺകോണിൽ നനവൂറി നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ അവരോട് ഒത്തിരി ബഹുമാനവും സ്നേഹവും തോന്നി. മകൻ ഇല്ലാതിരുന്നിട്ടും മരുമോളെ മോളെപ്പോലെ സ്നേഹിക്കുന്നതിന്. അകത്തുനിന്നും ഇതെല്ലാം കേട്ടുനിന്ന ആരതിയുടെ നെഞ്ചും പിടച്ചു. എത്ര അടക്കി പിടിച്ചിട്ടും ഒരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെല്ലാം അറിയുന്നതല്ലേ ഇന്ദിരാമേ? ഇനിയും അതിങ്ങനെ പറയണോ? ഇവരെ നമുക്ക് അറിയില്ലേ? ഇവര് നമ്മുടെ മോളെ നല്ലോണം നോക്കിക്കോളും, ബ്രോക്കർ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും വേണ്ട, കുട്ടിയെ മാത്രം മതി. നല്ലൊരു കുട്ടിയായാൽ മാത്രം മതി. അറിയാലോ, ഇവന്റെ ആദ്യത്തെ പെണ്ണ് ഇവനെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയതാണ്. അതുപോലെ ഇവനെ ചതിച്ചിട്ട് പോകാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ പോകില്ലെന്ന് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ഇവന്റെ അമ്മാവനാണ്. എന്റെ പെങ്ങള് ഇല്ലെങ്കിലും ഇവന്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്റെ നിർബന്ധം കൊണ്ടാണ് അവനും ഇപ്പോ ഒരു വിവാഹത്തിന് സമ്മതിച്ചത്. ഇവൻ ഒറ്റ മോനായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ്. അവനൊരു കൂട്ടാകണം. വീട്ടില് ഇവര് 2 പേര് മാത്രമേ ഉണ്ടാകൂ. ഇവനെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇവനെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ആ ധൈര്യത്തിൽ ഇരുന്നോളൂ.
അവന്റെ അമ്മാവൻ പറഞ്ഞതും ഇന്ദിരാമ്മ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ മോളെ വിളിക്കാം അല്ലേ? ഇന്ദിരാമ്മ ചോദിച്ചതും അയാളും ബ്രോക്കറും അതേ എന്ന് തലയാട്ടി. അവർ അകത്തേക്ക് ചെന്നു. അകത്ത് രണ്ടു കണ്ണും അടച്ച് ചുമരും ചാരി നിൽപ്പുണ്ടവൾ. അവർ അവൾക്കരികിലേക്ക് ചെന്നു. ഈ ചായ കൊണ്ടുകൊടുക്കും മോളെ പറഞ്ഞുകൊണ്ട് അവർ ചായ ഗ്ലാസ് വെച്ച ട്രേ അവൾക്ക് നേരെ നീട്ടി. അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. രാഹുലിന്റെ താലിയും അണിഞ്ഞ് നിലവിളക്കും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വീട്ടിൽ വെച്ച് തന്നെ മറ്റൊരാളുടെ മുൻപിൽ ചായയും കൊണ്ട് ചെന്നു നിൽക്കേണ്ടി വരുമെന്ന്. അവളുടെ നെഞ്ചു പിടഞ്ഞു. എന്തിനാ എന്നെ വിട്ടുപോയതെന്ന് അവൾ വീണ്ടും രാഹുലിനോട് പരാതി പറഞ്ഞു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഇന്ദിരാമ്മ തുടച്ചു കൊടുത്തപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. അവൾ ദയനീയമായി ഇന്ദിരാമ്മയെ നോക്കി. പേടിക്കല്ലേ, സങ്കടപ്പെടല്ലേ, അമ്മയില്ലേ കൂടെ, വാ പറഞ്ഞുകൊണ്ട് അവർ അവളുടെ കൈയിലേക്ക് ആ ട്രേ പിടിപ്പിച്ചു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ ട്രേയും പിടിച്ച് അവർക്കൊപ്പം ഹാളിലേക്ക് നടന്നു. എങ്ങനെയൊക്കെയോ വന്നിരുന്നവർക്ക് നേരെ അവൾ ചായ ഗ്ലാസ് നീട്ടി. മനുവിന്റെ നേരെ ഗ്ലാസ് നീട്ടുമ്പോൾ അവൾ അവന്റെ നേരെയൊന്ന് നോക്കിയതുപോലുമില്ല. എങ്കിലും അവളുടെ കൺപീലിയിൽ പറ്റിപ്പിടിച്ചു നിന്നിരുന്ന ആ നീർത്തുള്ളി അവൻ വ്യക്തമായി കണ്ടിരുന്നു. അവനെന്തോ ഒരു വല്ലായ്മ തോന്നി. എങ്കിൽ ഇവർക്ക് എന്തേലും സംസാരിക്കാനുണ്ടെൽ സംസാരിച്ചോട്ടെ അല്ലേ? ബ്രോക്കർ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് നോക്കിയത് ഇന്ദിരാമ്മയുടെ മുഖത്തേക്കാണ്. അവൾ കണ്ണുകൾ കൊണ്ട് അവരോട് വേണ്ടെന്ന് പറയുന്നത് പോലെ മനുവിന് തോന്നി. എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അമ്മാമ്മ പറഞ്ഞത് തന്നെയേ എനിക്കും പറയാനുള്ളൂ. ഇനി ആരതിക്ക് എന്തേലും പറയാനുണ്ടെൽ പറയാം, മനു പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അവന് തോന്നി. ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കുന്നത് പോലെ. അതവർ പറയുകയും ചെയ്തല്ലോ. ഇനി തന്നോട് കൂടി സംസാരിച്ച് അവൾ ബുദ്ധിമുട്ടേണ്ടെന്ന് അവന് തോന്നി. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല അമ്മേ, അവൾ പതിയെ പറഞ്ഞു. അവൾക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എങ്ങനെയെങ്കിലും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് മുറിയിൽ കയറി വാതിലടച്ചൊന്ന് പൊട്ടിക്കരയണം. അവൾക്ക് അതായിരുന്നു അപ്പോൾ മനസ്സിൽ. രണ്ടുപേരുടെയും ജാതകം ആദ്യമേ നോക്കിയിരുന്നു. പ്രശ്നങ്ങൾ ഒന്നുമില്ല. മാത്രവുമല്ല നല്ല പൊരുത്തമുണ്ട് താനും. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെയുള്ളൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ്, അമ്പലത്തിൽ വെച്ചൊരു ചെറിയ താലികെട്ട്, അത്രയുള്ളൂ ചടങ്ങുകൾ. മനുവിനും അതായിരുന്നു താല്പര്യം. ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാകുമെന്ന് ആരതി വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്കതൊരു ഷോക്കായിരുന്നു. അവർ പോയതും മുറിയിൽ കയറി അവൾ ഒത്തിരി നേരം കരഞ്ഞു. നെഞ്ചു പൊട്ടുന്ന സങ്കടം ഇന്ദിരാമ്മയ്ക്കും ഉണ്ടായിരുന്നു. എങ്കിലും അവർ അതെങ്ങനെയൊക്കെയോ അടക്കിപ്പിടിച്ച് അവളെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളൊരു നല്ലൊരു മുഹൂർത്തത്തിൽ കല്യാണം ഉറപ്പിച്ചു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അവളാകെ മരവിച്ചു പോയിരുന്നു. ആരും കാണാതെ അവൾ അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും രാഹുലിനോട് മാത്രം പറഞ്ഞു. അവനും അവളെ കല്യാണത്തിന് നിർബന്ധിക്കുന്നതായി അവൾക്ക് തോന്നി. എവിടെ നിന്നും അവൾക്കൊരു ആശ്വാസം കിട്ടിയില്ല. അങ്ങനെ 2 ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഇന്നാണ് കല്യാണ ദിവസം. പ്രത്യേകിച്ച് യാതൊരു ചമയങ്ങളുമില്ലാതെ അവളൊരു സെറ്റ് സാരി ഉടുത്ത് കല്യാണപ്പെണ്ണായി. അവൾക്ക് ബന്ധുക്കൾ ആരുമില്ലെങ്കിലും ഓർഫനേജിലെ ഫാദറുമായി ഇന്ദിരാമ്മ ഈ കാര്യം ആദ്യമേ സംസാരിച്ചിരുന്നു. കേട്ടപ്പോൾ ഫാദറും നല്ലതാണെന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ തലേന്ന് ഫാദർ വന്നവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോയിരുന്നു. പിന്നെ രാഹുലിന്റെ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾ ഉണ്ടായിരുന്നു. മുറിയിൽ വെച്ച് തന്നെ അവൾ രാഹുലിന്റെ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ തനിച്ചാക്കിയെന്നും പോവാണെന്നുമൊക്കെ പരിഭവം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഹാളിൽ വെച്ച് ഇന്ദിരാമ്മയുടെ അനുഗ്രഹം വാങ്ങി. നന്നായി വരുമെന്ന് പറഞ്ഞ് അവരവളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. ഇറങ്ങുന്നതിന് മുൻപ് ഹാളിൽ വെച്ചിരുന്ന രാഹുലിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അവൾ ചെന്നു നിന്നു. ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. പക്ഷേ ആ ചിരിയിൽ അത്രയും കുറുമ്പാണ്. അവൾക്ക് വീണ്ടും വേദനിച്ചു. അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവളും അവനും ഒരുമിച്ച് നിൽക്കുന്ന ഒത്തിരി ഫോട്ടോസ്. ചിലതിൽ അവർക്ക് നടുവിൽ അമ്മയും ഇരിപ്പുണ്ട്. ഈ ലോകം ഇവിടെ കഴിഞ്ഞു. ഈ ജീവിതവും ഇവിടെ കഴിഞ്ഞു. എന്തിനാ എന്നെ ഇത്രയേറെ സ്നേഹിച്ചത്? അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇത്രയും വേദനിക്കേണ്ടി വന്നത്? അവൾ കണ്ണുകൾ കൊണ്ട് പരിഭവം പറഞ്ഞു.
നിറഞ്ഞ കണ്ണുകളോടെ കണ്ണെടുക്കാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ഇന്ദിരാമ്മ അവളുടെ കയ്യിൽ പിടിച്ചു വിളിച്ചു. അവൾ ഒന്നും പറയാതെ അവരെ തന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ അവളുടെ ഉള്ളിലെ വേദന അത്രയും തെളിഞ്ഞു നിന്നിരുന്നു. അവൾ തിരിഞ്ഞ് അവന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ 2 കൈയും കൂപ്പി കണ്ണടച്ചു നിന്നു. അടച്ചു പിടിച്ച കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളുകളിലൂടെ ഒലിച്ചിറങ്ങി. കണ്ണു തുറന്ന് തിരിഞ്ഞു നടക്കുന്നതിന് മുൻപേ അവൾ ആ ഫോട്ടോ കയ്യിലെടുത്ത് അതിൽ ചുണ്ടു ചേർത്തിരുന്നു. ഇനി ഒരു പക്ഷേ ഇതിന് കഴിഞ്ഞില്ലെങ്കിലോ? അല്ല, ഇതിന് കഴിയില്ല, അവൾക്ക് തന്നെ തോന്നി. പച്ചയ്ക്ക് തന്നെ ചുട്ടിരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവളെ തന്നെ നോക്കി നിന്ന ഇന്ദിരാമ്മയ്ക്ക് നെഞ്ചുവേദനിച്ചു. തന്റെ മോന്റെ ഭാഗ്യമാണിവൾ. പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും യോഗവും അവനുണ്ടായിരുന്നില്ല. ആ ആക്സിഡന്റ് അന്നുണ്ടായിരുന്നില്ലെങ്കിൽ അവർ വീണ്ടും വല്ലാതെ കൊതിച്ചു പോയി. അവർ രാഹുലിന്റെ മുഖത്തേക്കൊന്ന് വേദനയോടെ നോക്കി. പിന്നീട് ആരെയും നോക്കാതെ ആരോടും ഒന്നും പറയാതെ അവൾ ഒരു പ്രതിമ പോലെ മുൻപോട്ട് നടന്നു. എല്ലാവരും പുറത്തേക്ക് നടന്ന് ആ വീടിന്റെ വാതിൽ അടയുമ്പോൾ രാഹുലിന്റെ ഫോട്ടോ മാത്രം അവിടം തനിച്ചായി. തന്റെ വീടിന്റെ വെളിച്ചം തന്നെയാണ് ഇന്ന് ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്നതെന്ന് ഇന്ദിരാമ്മയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി തനിക്കിത് ചെയ്തേ പറ്റൂ. മനുവിന്റെ ഭാഗത്തു നിന്നും വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൽ എത്തിയിട്ടും അവൾ ആരെയും നോക്കിയില്ല. ഒരു പ്രതിമ പോലെ ആരൊക്കെയോ പറയുന്നത് കേട്ട് എല്ലാത്തിനും നിന്നുകൊടുത്തു. മനു അവന്റെ പേരെഴുതിയ താലി അവളുടെ കഴുത്തിൽ കെട്ടുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ അവൾ 2 കണ്ണുകളും ഇറുക്കിയടച്ച് കൈകൂപ്പി നിന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ ഒന്നുമില്ലായിരുന്നു. മനുവിന്റെ മനസ്സിലും ആകെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. എങ്കിലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയതോടെ അവന്റെ ഉള്ളിൽ എന്തോ ഒരു വെട്ടം വീണിട്ടുണ്ട്. ഒരു പ്രതീക്ഷ ഉദിച്ചുയരുന്നത് പോലെ. ഇന്ദിരാമ്മയുടെയും അവന്റെ അമ്മാവന്റെയും കാല് തൊട്ട് 2 പേരും അനുഗ്രഹം വാങ്ങി. അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സദ്യ കഴിഞ്ഞ് എല്ലാവരും പോകാനായി നിന്നു. ഞാൻ പോകണമല്ലേ അമ്മേ? പോകാൻ നേരം അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ ചോദിച്ചതും ഇന്ദിരാമ്മ അവളെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. പോയാലും മോൾക്ക് എപ്പോ വേണേലും അവിടേക്ക് വരാലോ. വരാനും പോകാനും എനിക്കും നീയല്ലേ ഉള്ളൂ. ഇന്ദിരാമ്മ അവളോട് പറഞ്ഞുകൊണ്ട് മനുവിന്റെ കയ്യിൽ പിടിച്ചു. അവൻ എന്താണെന്ന പോലെ അവരെ നോക്കി. നീയും എനിക്ക് എന്റെ മോൻ തന്നെയാ. എന്റെ മോളെ നോക്കിക്കോണം. 2 പേരും ഒരു ദിവസം അവിടേക്ക് വരണം, നിൽക്കാനായി തന്നെ. അമ്മ അവിടേക്കും വരാം. ഇന്ദിരാമ്മ പറഞ്ഞതും മനു അവരെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തോ അവരോട് അവൻ ഒത്തിരി സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. അമ്മ അവിടേക്ക് വരുമോ? ഇവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെ ഞങ്ങളും ഒറ്റയ്ക്ക്. അമ്മയ്ക്ക് ഞങ്ങൾക്കൊപ്പം വന്നു നിന്നൂടെ? അവൻ അതീവ സ്നേഹത്തോടെ തന്നെ ഇന്ദിരാമ്മയോട് ചോദിച്ചു. അതു കേട്ടപ്പോൾ മാത്രം ആരതിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. എങ്കിലും അമ്മ രാഹുലേട്ടനെ വിട്ട് ഒരിക്കലും വരില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ പെട്ടെന്ന് മാഞ്ഞു പോയിരുന്നു. അമ്മ വരാം, ഇപ്പോഴല്ല, പിന്നെ ഒരു ദിവസം. ഇപ്പോ മക്കൾ ചെല്ല്. ഇന്ദിരാമ്മ അവരെ സ്നേഹത്തോടെ പറഞ്ഞയച്ചു. മനു കാറിലേക്ക് കയറിയതും ആരതിയുടെ കൈപിടിച്ച് കാറിലേക്ക് കയറ്റിയതും ഇന്ദിരാമ്മ തന്നെയാണ്. കാർ ആ വളവ് തിരിയുന്നതുവരെ ആരതി തല പുറത്തേക്കിട്ട് ഇന്ദിരാമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. അതുകണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവരിൽ നിന്നൊരു നെടുവീർപ്പ് അടർന്നു വീണു. അമ്മായി കൊടുത്ത നിലവിളക്കും കയ്യിൽ വാങ്ങി മനുവിന്റെ കൂടെ തന്നെ അവളും അവന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറി. ആ സമയം അവൾക്ക് ഓർമ്മ വന്നത് 3.5 വർഷം മുൻപ് രാഹുലിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറിയതാണ്. അന്ന് എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു താൻ. നെഞ്ചു പിടയുന്ന വേദനയെ അവൾ ആരും കാണാതെ ഉള്ളിലൊതുക്കി. വൈകിട്ടോടെ എല്ലാവരും പോയിരുന്നു. ഇന്ദിരാമ്മയും അവരുടെ അനിയത്തിയും മാത്രമേ ഇപ്പോൾ അവിടുള്ളൂ. മനുവിന്റെ വീട്ടിലും വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ രാത്രിയോടുകൂടി പോവുകയും ചെയ്തു. അമ്മാവനും അമ്മായിയും മാത്രം അന്ന് അവിടെ നിന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മുതൽ ഇന്ദിരാമ്മയ്ക്ക് ആകെ ഒരു വെല്ലായ്മ, വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ. എല്ലാവരും പോയതും അവരും അനിയത്തിയും അത്താഴം കഴിച്ച് വേഗത്തിൽ കിടന്നിരുന്നു. അവളില്ലാത്തതിന്റെ കുറവ് ആ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും അറിയുന്നുണ്ടായിരുന്നു. അവർക്ക് അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ തോന്നി. കിടന്നിടത്തു നിന്നും അവരെഴുന്നേറ്റ് ഫോൺ എടുത്തു നോക്കി. സമയം രാത്രി 9 ആയിട്ടേ ഉള്ളൂ.
ഇപ്പോൾ വിളിച്ചാൽ വലിയ ബുദ്ധിമുട്ടാകില്ല. ഇനിയും നേരം വൈകിയാൽ ചിലപ്പോ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതും ചിന്തിച്ചുകൊണ്ട് അവർ മനുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 2 റിങ് അടിഞ്ഞപ്പോൾ തന്നെ മനു ഫോണെടുത്തു. ആ അമ്മേ, പറഞ്ഞോ. അമ്മ അത്താഴം കഴിച്ചോ? അവൻ കോൾ എടുത്തതും ചോദിച്ചു. ഇന്ദിരാമ്മയ്ക്ക് സമാധാനം തോന്നി. അമ്മ കഴിച്ചു, ഞങ്ങൾ കിടന്നു. മോളെന്തിയെ? അവിടെ എല്ലാവരും പോയോ? അവർ ചോദിച്ചു. അമ്മാമ്മയും അമ്മായിയും ഉണ്ട്. അവിടെ അമ്മയ്ക്ക് ആരാ കൂട്ടിന്? അവൻ ചോദിച്ചു. എന്റെ അനിയത്തി നിർമ്മലയുണ്ട്. ബാക്കി എല്ലാവരും പോയി. അവളുടെ ഒച്ച കേൾക്കാതെ എനിക്ക് എന്തോ പോലെ. അവള് പോയപ്പോൾ വീടാകെ ഉറങ്ങിയതുപോലെ. അവളുടെ ഫോണാണെങ്കിൽ ഇവിടെയും ആയിപ്പോയി. അതാ ഞാൻ. അത് സാരില്ല അമ്മേ, ഫോൺ ഞങ്ങൾ ഇനി വരുമ്പോ എടുക്കാം. അവള് ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. അവൻ പറയുന്നത് കേട്ട് ഹാളിൽ അമ്മായിക്കരികിൽ ഇരുന്ന ആരതി അവനെയൊന്ന് നോക്കി. അമ്മയാ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി. അവൾ അത് വേഗം കയ്യിൽ വാങ്ങി കാതോട് ചേർത്തു. അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. എന്തോ ആ അമ്മയോട് അത്രയെങ്കിലും സംസാരിക്കാതെ ഇരിക്കാൻ അവന് തോന്നിയില്ല. ഹലോ അമ്മേ വിളിച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് നടന്നു. മോളെ. ഇന്ദിരാമ്മയുടെ ആ വിളി കേട്ടപ്പോൾ അവൾക്ക് ശ്വാസം കിട്ടിയതുപോലെ തോന്നി. മോളെ, എന്താ ഒന്നും മിണ്ടാത്തേ? മോൾക്ക് അമ്മയോട് ദേഷ്യാണോ? അപ്പുറത്തു നിന്നും അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അമ്മ വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ലമ്മേ, എനിക്കെന്തിനാ ദേഷ്യം? അമ്മ എന്തേലും കഴിച്ചോ? അവിടെ ആരാ അമ്മയ്ക്ക് കൂട്ടിന്? ചെറിയമ്മയാണോ? അവൾ സൗമ്യമായി തന്നെ ചോദിച്ചു. ആ, നിർമ്മലയുണ്ട്. ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് കിടന്നതായിരുന്നു. പക്ഷേ മോളെ ഒച്ച കേൾക്കാതെ എന്തോ ഒട്ടും സമാധാനമില്ല. അതാ അമ്മ വിളിച്ചത്. മോളെ ഫോൺ ഇവിടെ ആയിപ്പോയല്ലോ. ഇന്ദിരാമ്മ പറഞ്ഞു. അത് സാരില്ല അമ്മേ, ഇനി വരുമ്പോ എടുക്കാം. പിന്നെ ചെറിയമ്മയോട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയണേ. ഒറ്റയ്ക്ക് നിൽക്കേണ്ട. അവൾ കരുതലോടെ പറഞ്ഞു. പിന്നെ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിരിക്കരുത്. ആ കുട്ടിയെ വെറുതെ വിഷമിപ്പിക്കരുത്. ആ മോനും ഒത്തിരി വിഷമങ്ങൾ ഉള്ളതാ. അമ്മ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവർ ചോദിച്ചതും അവളൊന്ന് മൂളി. അതിൽ കൂടുതൽ ഒരു മറുപടി അവളിൽ നിന്നും കിട്ടില്ലെന്ന് അവർക്കും ഉറപ്പായിരുന്നു. അവരൊന്ന് നെടുവീർപ്പിട്ടു. എന്നാൽ അമ്മ വെച്ചേക്കാണ്. ശരിട്ടോ. അവര് പറഞ്ഞതും അവളും ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. മനസ്സ് ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്താണ് ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ ഒന്നും അറിയാത്തൊരു അവസ്ഥ. അല്പം സമയം ഫോണും പിടിച്ച് ഉമ്മറത്തിരുന്ന ശേഷം അവൾ പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഫോൺ വെച്ചു കഴിഞ്ഞതും ഇന്ദിരാമ്മ എഴുന്നേറ്റ് രാഹുലിന്റെ മുറിയിലേക്ക് നടന്നു. ഇന്നലെ വരെ ഈ മുറിയിൽ തന്റെ മോന്റെ പെണ്ണുണ്ടായിരുന്നു. ഇന്നവൾ വേറൊരു വീട്ടിൽ വേറൊരാളുടെ മുറിയിൽ ആ ആളുടെ കൂടെ. അവൾക്കൊരു ജീവിതമായി കണ്ടതിൽ സന്തോഷമേയുള്ളൂ. എങ്കിലും എന്തോ ഒരു സങ്കടം. ഈ ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയതുപോലെ. അവൻ രാഹുലിന്റെ ഫോട്ടോ എടുത്ത് തന്റെ മോന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അങ്ങനെ അതും കഴിഞ്ഞു. അല്ലേടാ, ഇപ്പോ നീയും ഞാനും മാത്രമായി. സാരില്ല, എനിക്ക് നീയുണ്ടല്ലോ. എന്നെപ്പോലെയല്ല അവള്. അന്നും ഇന്നും എനിക്ക് ജീവിക്കാൻ നീയുണ്ട്. പക്ഷെ അവൾക്കോ? അവൾക്കാണ് ആരുമില്ലാത്തത്. അവൾക്കാണ് ഒരു കൂട്ട് വേണ്ടത്. മനു, അവനൊരു പാവാണ്. നല്ല മോൻ. അവര് തമ്മിൽ ഒത്തുപോയാൽ മതിയായിരുന്നു. ഒത്തുപോകും അല്ലേ? ഇനി അമ്മയ്ക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാം അല്ലേടാ? ഇടർച്ചയോടെ കണ്ണു നിറഞ്ഞ് പറഞ്ഞുകൊണ്ട് അവരവന്റെ ഫോട്ടോയും പിടിച്ച് അവന്റെ ആ കട്ടിലിലേക്ക് തന്നെ കിടന്നു. അവൾ ഹാളിലേക്ക് വരുമ്പോൾ അമ്മായി അവളെയും കാത്ത് ഹാളിൽ ഇരിപ്പുണ്ട്. അമ്മാവനെ അവിടെ എങ്ങും കണ്ടില്ല. അമ്മാമ്മ കിടന്നു. മോളും ചെന്ന് കിടന്നു. അവൻ മുറിയിലുണ്ട്. പിന്നെ ഇതും കൂടി കൊണ്ടുപോയിക്കോ പറഞ്ഞുകൊണ്ട് അവരവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഇതൊരു പുതിയ ജീവിതമാണ്. ചെന്ന് സമാധാനത്തോടെ ഉറങ്ങിക്കോ. അവളുടെ കവിളിലൊന്ന് തട്ടി അതും പറഞ്ഞുകൊണ്ട് അമ്മായി വേറൊരു മുറിയിലേക്ക് നടന്നു. ഒരു നിമിഷം അവൾ ആ പാൽ ഗ്ലാസും പിടിച്ച് അവിടെ തന്നെ നിന്നുപോയി. പിന്നെ ഒരു നെടുവീർപ്പോടെ മുറിയിലേക്ക് നടന്നു. ഫോൺ. അവൻ അരികിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് നേരെ ഫോൺ നീട്ടി. എന്തൊക്കെയോ കടലാസുകൾ നോക്കിക്കൊണ്ടിരുന്ന അവൻ അത് കൈനീട്ടി വാങ്ങി. പിന്നെ വീണ്ടും ആ കടലാസുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു.
പിന്നെയാണ് അവളുടെ കയ്യിലെ ഗ്ലാസ് അവൻ ശ്രദ്ധിച്ചത്. അതും പിടിച്ചങ്ങനെ നിൽക്കുകയാണ് അവൾ. എനിക്ക് രാത്രി പാല് കുടിച്ച ശീലമില്ല. താൻ കുടിക്കുമെങ്കിൽ കുടിച്ചേക്ക്, എന്നിട്ട് കിടന്നോ, ഞാനും കിടക്കായി. അവൻ നേർത്തൊരു പുഞ്ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. എനിക്കും ശീലമില്ല. പറഞ്ഞുകൊണ്ട് അവൾ ആ പാൽ ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ച ശേഷം കട്ടിലിന്റെ ചുമരോട് ചേർന്ന ഭാഗത്ത് കയറിക്കിടന്നു. അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവനൊന്ന് നെടുവീർപ്പിട്ടു. വെറുതെ ഒരു 2 മിനിറ്റ് ആ കടലാസിലേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവനും വന്ന് കിടന്നു. കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് സീറോ ബൾബ് ഓൺ ചെയ്തതും അവൾ ഒന്നുകൂടി ചുമരോട് ചേർന്നു കിടന്നു. മനു അത് അറിഞ്ഞിരുന്നു. അവനും ഒരു നിശ്വാസത്തോടെ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. രാഹുലുമൊത്തുള്ള ആദ്യത്തെ രാത്രി അവൾക്ക് ഓർമ്മ വന്നു. തന്നെ സ്നേഹത്തോടെ നോക്കിയത്, സംസാരിച്ചത്, തൊട്ടത്, ചുംബിച്ചത്, അങ്ങനെ അവൾക്ക് നെഞ്ചു പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൾ വാ പൊത്തിപ്പിടിച്ചു. അവൾ ഇത്രയേറെ രാഹുലിനെ സ്നേഹിച്ചിരുന്നുവെന്നും അവൻ തന്നിൽ ഇത്രയും നിറഞ്ഞു നിന്നിരുന്നുവെന്നും അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിറ്റേന്ന് രാവിലെ അവൾ അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും അമ്മായി അടുക്കളയിൽ ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കാപ്പി അവർ സ്നേഹത്തോടെ അവൾക്ക് ഒഴിച്ചു കൊടുത്തു. അവൾ അത് വാങ്ങി പതിയെ കുടിക്കുമ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിച്ചു. മോളിപ്പോ ഒന്നും ചെയ്യാനില്ല. ദേ ഈ കാപ്പി ഒന്ന് മനുവിന് കൊണ്ടുപോയി കൊടുത്താൽ മതി. പിന്നെ ഇന്നത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം. നാളെ മുതൽ മോള് വേണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ അങ്ങ് പോകും. അമ്മായി പറഞ്ഞതും അവളാകെ വല്ലാതെയായി. അവൾ അവർ കൊടുത്ത കാപ്പിയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. കാപ്പി എന്ന് മാത്രം പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് അത് കൊടുത്ത ശേഷം ഒന്ന് മുഖത്തേക്ക് പോലും നോക്കാതെ തിരികെ പോരുകയും ചെയ്തു. രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ഊണും അവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഊണ് കഴിഞ്ഞതും അമ്മാവനും അമ്മായിയും പോവുകയും ചെയ്തു. 3 മുറിയും സിറ്റൗട്ടും ഹാളും കിച്ചനും വർക്കേരിയയും ഒക്കെയുള്ള ആ 2 നില വീട്ടിൽ അവർ 2 പേരും മാത്രമായി. രാത്രി 2 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്, പരസ്പരം ഒന്നും പറയാതെ തന്നെ. രാത്രി അവൾക്ക് ഇന്ദിരാമയെ വിളിക്കണമെന്ന് തോന്നി. പക്ഷേ അവനോട് ഫോൺ ചോദിക്കാൻ എന്തോ ഒരു വല്ലായ്മ. ഇന്ദിരാമയ്ക്കും അവളെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരും എന്തോ മടിച്ചു. നാളെ കൂടി ഞാൻ ലീവാണ്. മറ്റന്നാൾ മുതൽ ജോലിക്ക് പോകണം. അതുകൊണ്ട് നാളെ നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകാം. നിന്റെ ഫോൺ എടുക്കുകയും ചെയ്യാം. ഞാൻ പുറത്തു പോയാൽ നിനക്ക് എന്തേലും ആവശ്യം വന്നാൽ വിളിക്കണ്ടേ? കിടക്കാനായി മുറിയിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു. അവൾ അതിന് വേഗത്തിൽ തലയാട്ടി. ഇത്ര നേരം വാടി നിന്നിരുന്ന അവളുടെ കണ്ണുകളിൽ ഒരു വെളിച്ചം വന്നതുപോലെ. അതു കണ്ട് അവന്റെ ചുണ്ടിലൊരു നോവ് നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. വീട്ടിലേക്ക് പോകുന്നത് കൊണ്ടാകണം അന്ന് അവളിൽ വല്ലാത്തൊരു ഉത്സാഹം നിറഞ്ഞു നിൽക്കുന്നതുപോലെ മനുവിന് തോന്നിയത്. പക്ഷേ ആ ഉത്സാഹത്തിൽ ഒരിക്കലും മനുവിനെ കൂട്ടിയില്ല. അവർ ഒരു അപരിചിതരെ പോലെ തന്നെ നിന്നു. രാവിലത്തെ ചായക്കുടി കഴിഞ്ഞതും അവർ 2 പേരും വീട്ടിൽ നിന്നിറങ്ങി. മനുവിന്റെ ബൈക്കിലാണ് പോകുന്നത്. 2 പേർക്കും നടുവിൽ അവരുടെ മനസ്സുകൾ തമ്മിലുള്ളതുപോലെ തന്നെ വല്ലാത്തൊരു അകലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മനു തന്നെ ഒരു ബേക്കറിക്ക് മുൻപിൽ വണ്ടി നിർത്തി കുറച്ച് പലഹാരമൊക്കെ വാങ്ങി. അവൾ വേണ്ടെന്നോ വേണമെന്നോ പറഞ്ഞില്ല. ഒന്നും പറയാതെ വെറുതെ അങ്ങനെ നിന്നതേയുള്ളൂ. കോളിംഗ് ബെൽ അടിച്ചതും ഇന്ദിരാമ ആരാണെന്ന് നോക്കാനായി ഉമ്മറത്തേക്ക് വന്നു. വാതിൽ തുറന്നതും ഉമ്മറത്ത് നിൽക്കുന്നവരെ കണ്ട് അവരുടെ കണ്ണുകളൊന്ന് വിടർന്നു. മോളെ എന്നും വിളിച്ചുകൊണ്ട് അവർ വന്നവളെ ചേർത്ത് പിടിച്ചു. സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളും 2 കൈകൾ കൊണ്ടും അവരെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മോനെ വാ, ഇവിടെ തന്നെ നിൽക്കാതെ. നിങ്ങൾ ഇന്ന് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അമ്മയ്ക്ക് സന്തോഷായി. പറഞ്ഞുകൊണ്ട് അവർ സ്നേഹത്തോടെ തന്നെ മനുവിനെയും അകത്തേക്ക് വിളിച്ചു. അവനൊരു നേർത്ത ചിരിയോടെ തന്നെ അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് കയറിയതും അവിടെ വെച്ചിരിക്കുന്ന രാഹുലിന്റെ ഫോട്ടോയിലേക്കാണ് ആദ്യം തന്നെ അവളുടെ നോട്ടം ചെന്നത്. അവൾ കണ്ണെടുക്കാതെ തന്നെ ആ ഫോട്ടോയിലേക്ക് നോക്കി. അവളുടെ നെഞ്ചു പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളെ തന്നെ നോക്കി നിന്ന മനുവിന് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. മക്കളെ ഇരിക്കി, അമ്മ കുടിക്കാനെടുക്കാം. മോനെന്താ വേണ്ടത്? കാപ്പി കുടിക്കോ, അല്ലെങ്കിൽ ചായയോ? ഇന്ദിരാമ ചോദിച്ചു. അവർക്ക് അവനെ എങ്ങനെ സൽക്കരിക്കും എന്നോർത്തുള്ള ആദിയാണ്.
എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നും ഇല്ലമ്മേ. എന്തായാലും മതി പറഞ്ഞുകൊണ്ട് അവൻ ഹാളിലെ സോഫയിലേക്കിരുന്നു. നല്ലൊരു പാവം മോൻ. അവർക്ക് അവനോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും തോന്നി. അവരവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് രാഹുലിന്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആരതിയെ കണ്ടത്. അവർ മനുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ തലയും കുനിച്ച് ഇരിപ്പാണ്. മോളെ. അവരവളുടെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് പതിയെ വിളിച്ചു. എന്താ അമ്മേ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. അവർ വേഗം അവളുടെ കണ്ണുകൾ രണ്ടും തുടച്ചു കൊടുത്തു. മോന്റെ അടുത്ത് ചെന്നിരിക്കി, അവനെ ഒറ്റയ്ക്കാക്കല്ലേ. ഇന്ദിരാമ പതിയെ തന്നെ പറഞ്ഞതും അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. തലയും കുനിച്ച് സോഫയിലേക്കും നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. പക്ഷെ അവനോട് അടുക്കാനും പറ്റുന്നില്ല. എങ്കിലും അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവൾ സോഫയിൽ ചെന്നിരുന്നു. അപ്പോഴും അവർക്കിടയിൽ ഒരു അകലമുണ്ടായിരുന്നു. അവൻ അവളെ നോക്കിയൊന്ന് വെറുതെ ചിരിച്ചു. അവളും വരുത്തി തീർത്തൊരു ചിരിയോടെ അവനെ നോക്കി. ഞാൻ അമ്മയെ ഒന്ന് നോക്കിയിട്ട് വരാം. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ പതിയെ പറഞ്ഞതും അതുവരെ അവിടം തങ്ങി നിന്ന നിശബ്ദത മുറിഞ്ഞു. അവൻ അവളെ നോക്കിയൊന്ന് തലയാട്ടി. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി നിന്ന അവന്റെ ഉള്ളിൽ എല്ലാം ശരിയാകുമെന്നൊരു പ്രതീക്ഷ നാമ്പെടുത്തു തുടങ്ങി. ചെറിയമ്മയില്ലേ അമ്മേ? അവൾ ചെറിയമ്മയെ അവിടെയൊന്നും കാണാതെ വന്നതും ചോദിച്ചു. ഇല്ല, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുൻപാ പോയത്. വൈകുന്നേരം വരും. പിന്നെ നിങ്ങൾ വരുന്നത് അറിയില്ലല്ലോ. അവർ കാപ്പി 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്ന് വെറുതെ മൂളിയതേയുള്ളൂ. അടുക്കളയിൽ ഇന്ദിരാമയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആരതിയുടെ ചിന്ത മുഴുവൻ രാഹുലിനെ കുറിച്ചായിരുന്നു. അവിടെ എല്ലായിടത്തും അവൾ അവനെ അകക്കണ്ണുകൊണ്ട് കണ്ടു. അവർ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ അവളെ വീണ്ടും പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. വാ, ഇനി ബാക്കി സംസാരം കാപ്പി കുടിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ കാപ്പിയെടുത്ത് മുൻപിൽ നടന്നതും പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്ന പലഹാരവും എടുത്ത് അവൾ പിറകിലും ചെന്നു. ഉച്ചയ്ക്കത്തെ ഊണ് കൂടി കഴിച്ച ശേഷമാണ് അവർ അവിടെ നിന്നും പോയത്. പോകുമ്പോൾ അവളുടെ ഫോണും അവൾക്ക് വേണ്ട അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ എടുത്തിരുന്നു. ഡ്രസ്സും മറ്റും അവന്റെ വീട്ടിൽ പുതിയത് വാങ്ങിയതുണ്ട്. എല്ലാം മറന്ന് നന്നായി ജീവിക്കണം. മനു ഒരു പാവമാണ്, അവനെ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാമ അവളെ ധൈര്യപ്പെടുത്തി. അന്ന് മനുവിനൊപ്പം തിരികെ പോരുമ്പോൾ അവളുടെ ഉള്ളിൽ പഴയതിനേക്കാൾ വലിയൊരു ശൂന്യത വന്ന് നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. മനു തന്റെ ജോലി തിരക്കുകളിലേക്ക് മടങ്ങിയെങ്കിലും വീട്ടിലുള്ളപ്പോൾ അവൻ പരമാവധി ആരതിയെ സങ്കടങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അവൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനും ചെറിയ കാര്യങ്ങളിൽ പോലും അവളുടെ അഭിപ്രായം അറിയാനും അവൻ ശ്രദ്ധിച്ചു. പക്ഷെ അവൾ ഒന്നിനും ഒരു ഉത്സാഹവും കാണിച്ചില്ല. മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. താൻ ഇങ്ങനെ എപ്പോഴും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ ആരതി? കഴിഞ്ഞതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല എന്നുവെച്ച് അതും ആലോചിച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റുമോ? നമുക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. ഒരു ദിവസം രാത്രി ഭക്ഷണത്തിന് ശേഷം അവൻ അവളോട് വളരെ ശാന്തമായി സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ആ മുഖത്തേക്ക് വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് എഴുന്നേറ്റ് പോയി. മനുവിന്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ രാഹുലിനോട് ചെയ്യുന്ന ചതിയായിട്ടാണ് തോന്നിയത്. മനുവിനോട് അടുപ്പം കാണിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്താൽ അത് രാഹുലിനോടും അവൻ തന്ന സ്നേഹത്തിനോടും ചെയ്യുന്ന തെറ്റായിട്ടാണ് അവൾക്ക് തോന്നിയത്. മനു അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും അവൾ അവനിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്നു. രാഹുലിന്റെ ഓർമ്മകളിലേക്ക് മാത്രം അവൾ ചുരുണ്ടുകൂടി. അവളുടെ ഭാഗത്തു നിന്നും യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് മനസ്സിലായതോടെ സാവധാനം മനുവും അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് അവൻ അവനെ തന്നെ പഠിപ്പിച്ചു തുടങ്ങി. അവളോട് കാരണമില്ലാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അവൻ പൂർണ്ണമായി നിർത്തി. വീട്ടിലുള്ളപ്പോൾ അവൻ തന്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. അവൾക്കും വീട്ടിലേക്കും ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തെങ്കിലും അവളോട് അവനൊരു മൗനം പാലിച്ചു തുടങ്ങി. ആ വീട്ടിൽ ഭയപ്പെടുത്തുന്നൊരു നിശബ്ദത പടർന്നു പിടിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി പുറത്ത് നല്ല മഴയാണ്. അത്താഴം കഴിഞ്ഞ് കുറച്ചു സമയം ഉമ്മറത്തിരുന്ന ശേഷം മനു മുറിയിലേക്ക് വന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ആരതി മനു അകത്തേക്ക് കയറി വന്നതൊന്നും ശ്രദ്ധിച്ചതേയില്ല. മനു അവളെ തന്നെ അല്പം നേരം നോക്കി നിന്നു.
പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടാലറിയാം അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന്. ഒരു നെടുവീർപ്പോടെ മനു അവളുടെ അരികിലേക്ക് ചെന്നു. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു തരം ഭാരമുണ്ടായിരുന്നു. ആരതി, അവൻ പതിയെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മനുവിന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. അവന്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് അവൾ അന്ന് ആദ്യമായി കണ്ടു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടല്ല അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കാണുവാൻ തക്കവണ്ണം അവൾ ഇതുവരെ അവന്റെ മുഖത്തേക്കൊന്ന് ആത്മാർത്ഥതയോടെ നോക്കിയിട്ടില്ല എന്നതാണ് സത്യം. തന്റെ മനസ്സിൽ ഇപ്പോഴും രാഹുൽ മാത്രമാണെന്ന് എനിക്കറിയാം. ഞാനതിൽ തെറ്റും പറയുന്നില്ല. നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഞാൻ എന്തു തെറ്റ് ചെയ്തു? അതാണ് എനിക്ക് അറിയാത്തത്. ഞാനും ഒരു മനുഷ്യനല്ലേ ആരതി? എന്റെ ആദ്യത്തെ ഭാര്യ എന്നെ ചതിച്ചു പോയപ്പോൾ തകർന്നു പോയ ഒരാളാ ഞാൻ. മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ സ്നേഹിച്ചിട്ടും ചതിക്കപ്പെട്ടവൻ. അമ്മാവന്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്കും ഒരു കൂട്ടു വേണം, എന്നെ മനസ്സിലാക്കാനും ഒരാൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇന്ദിരാമ പറഞ്ഞപ്പോൾ ഞാൻ കരുതി തനിക്കും ഒരു കൂട്ട് ആവശ്യമാണെന്ന്, തനിക്കും ഞാൻ നല്ലൊരു കൂട്ടാകുമെന്ന്. പക്ഷേ പറഞ്ഞു വന്ന് അവൻ ഒരു നിമിഷം നിർത്തി. എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാനായി അവൻ വല്ലാതെ കഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ ഇന്നിപ്പോ ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് തനിക്കറിയോ? ഒരു കുറ്റവാളിയെ പോലെയാ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പോലും ഞാൻ ഇത്രയ്ക്ക് ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയെന്ന് പറയുന്ന ഒരാള് എന്റെ കൂടെ എന്റെ ഈ വീട്ടിലുണ്ടായിട്ടും ഞാൻ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെന്ന് തനിക്കറിയോ? താൻ എന്നെ നോക്കുന്ന ഓരോ നോട്ടത്തിലും തന്റെ ഈ മൗനത്തിലും എന്നെ കണ്ടില്ലെന്ന് വെച്ച് താൻ ഓരോ തവണ എന്നിൽ നിന്നും അകന്നു മാറി നടക്കുമ്പോഴും ഞാൻ കാരണം തന്റെ ജീവിതം തകർന്നു പോയോ എന്ന പേടി തോന്നുക എനിക്ക്. ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ആരതി ചെയ്തത്? തന്റെ ജീവിതത്തിലേക്ക് വന്നതോ അതോ തനിക്കൊരു നല്ല ജീവിതം തരാൻ ആഗ്രഹിച്ചതോ? എന്റെ സ്നേഹം തനിക്ക് തരാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇതൊന്നിനും മറുപടി കിട്ടില്ലെന്ന് എനിക്കറിയാം. തനിക്ക് എന്നോട് മിണ്ടുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. അല്ലെങ്കിലും ഒന്നിനും എനിക്ക് മറുപടി വേണ്ട. പക്ഷേ എന്നെ ഇങ്ങനെ ജീവനോടെ കൊല്ലരുത്. ചിലപ്പോ എനിക്ക് തോന്നും രാഹുലിന് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നെന്ന്. ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് ഇഷ്ടമില്ലാതെ ജീവിതം ജീവിച്ചു തീർക്കുന്ന ഞാനും അമ്മയും സ്നേഹമുള്ള ഭാര്യയും ഒക്കെ ഉണ്ടായിട്ടും ജീവിക്കാൻ കൊതിയുണ്ടായിട്ടും മരിച്ചുപോയ രാഹുലും. ദൈവത്തിന് കണ്ണില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിട്ടും എന്നെ കാണാതെ നിന്റെ രാഹുലിനെ തന്നെ കൊണ്ടുപോയല്ലോ. ഞാൻ മരിച്ചാൽ മതിയായിരുന്നു അല്ലേടോ? ഞാനൊക്കെ മരിച്ചാൽ ആർക്ക് വിഷമം, ആർക്ക് വേദന? എനിക്കെന്തേലും പറ്റിയാൽ വിഷമമുള്ള 2 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുൻപേ ദൈവം അവരെയും അങ്ങ് കൊണ്ടുപോയി, എൻ്റെ അമ്മയും അച്ഛനും. അങ്ങനെയും എന്നോട് ക്രൂരത കാട്ടി, എന്നെ ഒറ്റയ്ക്കാക്കി. ഇപ്പോഴും അതെ. എനിക്കും വേദനിക്കുന്നുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്. അത് ഇനിയെങ്കിലും ഒന്ന് ഓർത്താൽ എന്നോട് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും മനുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങിയിരുന്നു. അവനത് അമർത്തി തുടച്ചുകൊണ്ട് പിന്നീടൊരു മറുപടിക്കും കാത്തു നിൽക്കാതെ വേഗത്തിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മനു പോയ വഴിയെ നോക്കി ആരതി തരിച്ചു നിന്നുപോയി. എന്തൊക്കെയാണ് അവൻ പറഞ്ഞിട്ട് പോയത്? അവളുടെ നെഞ്ച് വല്ലാതെ പിടച്ചു. വാസ്തവത്തിൽ അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അവൻ തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എപ്പോഴും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രമാണ് പെരുമാറിയത്. എന്നിട്ടും താൻ അവനെ എത്രമാത്രം വേദനിപ്പിച്ചു. തന്റെ സങ്കടം മാത്രമേ താൻ നോക്കിയുള്ളൂ. തന്റെ മനസ്സ് മാത്രമേ താൻ കണ്ടുള്ളൂ. അവന്റെ ഉള്ളിലും മുറിവുകളുണ്ടെന്നും അവനും വേദനകൾ ഉണ്ടെന്നും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവന്റെ മുറിവുകളെ താൻ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. മനസ്സിൽ തെളിഞ്ഞു വന്ന രാഹുലിന്റെ മുഖത്ത് ഇപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്നത് പോലൊരു ഭാവമാണെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി മനുവിനോട് വല്ലാത്തൊരു കുറ്റബോധം അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകാൻ തുടങ്ങി. അവൾ ഒത്തിരി നേരം ആ ജനലരികിൽ തന്നെ പകച്ചു നിന്നു. പുറത്ത് പെയ്യുന്ന കനത്ത മഴയേക്കാൾ വലിയൊരു കൊടുങ്കാറ്റ് അവളുടെ ഉള്ളിൽ അടിച്ചു വീശി. വാസ്തവത്തിൽ താൻ എന്തൊരു സ്വാർത്ഥതയാണ് കാണിച്ചത്. സ്വന്തം സങ്കടങ്ങൾ മാത്രം വലുതായി കണ്ടപ്പോൾ
തന്നെപ്പോലെ തന്നെ മുറിവുകളുമായി ജീവിക്കുന്ന ആ മനുഷ്യനെ താൻ അവഗണിച്ചു. അതിക്രൂരമായി തന്നെ. തന്റെ മുൻപിൽ ഇങ്ങനെ കരയണമെങ്കിൽ, ഇത്രത്തോളം സങ്കടം പറയണമെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം വേദനിച്ചു കാണണം. താൻ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞല്ലോ. കുറച്ചു കഴിഞ്ഞതും അവൻ മുറിയിലേക്ക് വന്നതും ഒന്നും പറയാതെ, ഒരു നോട്ടം പോലും അവൾക്ക് നേരെ കൊടുക്കാതെ കട്ടിലിലേക്ക് കയറി പുതച്ചു മൂടിക്കിടന്നു. അപ്പോഴും അവൾ അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു, ആ ജനലരികിൽ തണുത്തു വിറച്ചുകൊണ്ട്. ഏറെ സമയം കഴിഞ്ഞതും അവളും പതിയെ വന്നു കിടന്നു. അന്ന് രാത്രി അവൾക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാഹുലേട്ട, ഞാൻ തെറ്റ് ചെയ്തു അല്ലേ? ഞാൻ ഈ മനുഷ്യനോട് തെറ്റ് ചെയ്തു അല്ലേ? അവൾ മൗനമായി രാഹുലിനോട് ചോദിച്ചു. അതേ ആരു, നീ തെറ്റ് ചെയ്തു, വലിയ തെറ്റ്. അവന് എത്ര വേദനിച്ചു കാണും. അവന്റെ ഭാഗത്തു നിന്നുകൂടി നീ ചിന്തിക്ക്. അവൻ ഒറ്റയ്ക്കാ, ആരുമില്ല. മരിച്ചുപോയ എന്നെ ഓർത്താണ് നീ അവനെ കണ്ടില്ലെന്ന് നടിക്കുന്നതെങ്കിൽ അവന്റെ കണ്ണീരിന് ഉത്തരം പറയേണ്ടി വരിക ഞാനായിരിക്കും. അതിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കുക. അതുകൊണ്ട് ഒക്കെ മറന്നിട്ട് അവനെ നീ സ്നേഹിക്ക്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്ക്. എന്നെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ. അതാണ് എനിക്ക് കാണേണ്ടത്. അവളുടെ മനസ്സിൽ നിന്നും രാഹുൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവളുടെ കഴുത്തിലെ താലിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് മനുവിനെ തിരിഞ്ഞു നോക്കി. പുതച്ചു മൂടി പുറം തിരിഞ്ഞു കിടപ്പുണ്ട് അവൻ. അവൾ പതിയെ അവന് നേരെ തിരിഞ്ഞു കിടന്നു. അപ്പോഴും അവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു അകലം ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മുതൽ അവൾ മാറാൻ ശ്രമിക്കുകയായിരുന്നു. രാവിലെ മനു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ അവന് പിറകെ ഉമ്മറത്തേക്ക് ചെന്നു. പക്ഷേ എന്നത്തെയും പോലെ വാതിലടച്ച് അകത്തിരുന്നോ എന്ന് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിൽ കയറിപ്പോയി. ആ പോക്ക് കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവനെ കാത്തോളണേ എന്ന് അവന് വേണ്ടി ഒരു നിമിഷം അവൾ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. മനുവിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്ന് അമ്മായി പറഞ്ഞത് ഓർത്തെടുത്ത് അവൾ അത് ഓരോന്നായി ഉണ്ടാക്കാൻ തുടങ്ങി. വൈകുന്നേരം അവൻ വരുന്നത് കാത്ത് അവൾ ഉമ്മറത്ത് തന്നെ ഇരുന്നു. വണ്ടി വന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ എന്നത്തേതിൽ നിന്നും വിപരീതമായി ഉമ്മറത്ത് ഇരിക്കുന്ന ആരതിയെ അവൻ കണ്ടിരുന്നു. എന്നാൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇന്നലെ താൻ അത്രയും പറഞ്ഞതുകൊണ്ടുള്ള സഹതാപമാണ് അതെന്ന് അവന് തോന്നി. അങ്ങനെയൊരു സഹതാപം അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് അകത്തേക്ക് കയറിപ്പോയത്. അവൾ കൊടുത്ത ചായ കുടിക്കുമ്പോഴും മനു ഒരക്ഷരം പോലും അവളോട് സംസാരിച്ചില്ല. കുടിച്ചു കഴിഞ്ഞതും എപ്പോഴത്തെയും പോലെ അവൻ തന്നെ ചെന്ന് ഗ്ലാസ് കഴുകി വെച്ചു. പക്ഷേ അവന്റെ ആ പ്രവൃത്തിയിൽ അന്ന് ആദ്യമായി അവൾക്ക് വേദനിച്ചു. അവൾ തന്നിൽ നിന്നും മനഃപൂർവ്വം അകന്നു മാറുകയാണെന്ന് മനസ്സിലായതിൽ പിന്നെ അവൻ അവന്റെ ഒരു കാര്യത്തിനും അവളെ ആശ്രയിച്ചിട്ടില്ല. അവളും അവനൊന്നും കണ്ടറിഞ്ഞ് ചെയ്യാനും പോയതുമില്ല. അവൾ അവനോട് എന്തൊക്കെയോ ചോദിച്ചു തുടങ്ങിയതും അവൻ അതിനൊക്കെ ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകി അവൻ അവനിലേക്ക് തന്നെ ഒതുങ്ങി. താൻ എത്ര ശ്രമിച്ചിട്ടും മനുവിന്റെ ആ അകലം മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ ആരതിയുടെ ഉള്ളിലെ കുറ്റബോധം ഇരട്ടിച്ചു. ആരോടും ഒന്നും തുറന്നു പറയാൻ വയ്യാത്ത അവസ്ഥയിൽ ഒടുവിൽ സങ്കടം സഹിക്കാനാവാതെ അവൾ ഇന്ദിരാമ്മയെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ തന്നെ അവൾ കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കേട്ട് ഇന്ദിരാമ്മയുടെ നെഞ്ചും പിടഞ്ഞു. എന്താ മോളെ, എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? ചോദിക്കുമ്പോൾ അവർക്കും ആദിയായി. മനുവേട്ടൻ. മനു എന്താ? അവൻ എന്തേലും നിന്നോട് പറഞ്ഞോ? ദേഷ്യപ്പെട്ടോ? ഇന്ദിരാമ്മ ചോദിച്ചു. ഇല്ല അമ്മേ, മനുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ എല്ലാ തെറ്റും ചെയ്തത്. ഞാനാ പാപി. കരച്ചിലിനിടയിലൂടെ അവൾ അന്ന് രാത്രി മനു പറഞ്ഞ കാര്യങ്ങളും തന്റെ ഉള്ളിലെ കുറ്റബോധവുമെല്ലാം ഇന്ദിരാമ്മയോട് തുറന്നു പറഞ്ഞു. അവൾ പറയുന്നതെല്ലാം ഇന്ദിരാമ്മ കേട്ടിരുന്നു. രാഹുലേട്ടൻ വരെ മനുവേട്ടനോട് താൻ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് അവൾ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞതും അവൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം അവർ തിരിച്ചറിഞ്ഞു. അവർക്ക് ആശ്വാസം തോന്നി. മോളെ, രാഹുൽ നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചത് നിന്റെ ഈ കണ്ണീര് കാണാനല്ല. നീ ഇങ്ങനെ ജീവനോടെ ചത്തു ജീവിക്കുന്നത് കണ്ടാൽ അവന്റെ ആത്മാവിന് സമാധാനം കിട്ടുമോ? അവന്റെ പേരും പറഞ്ഞ് നീ മനുവിനെ വേദനിപ്പിച്ചാൽ അവന് സമാധാനം കിട്ടുമോ?
മനുവിന്റെ സ്ഥാനത്ത് രാഹുൽ ആയിരുന്നുവെങ്കിൽ നീ അവനെ ഇങ്ങനെ വേദനിപ്പിക്കുമായിരുന്നോ? മനുവിനെ സ്നേഹിക്കുന്നത് രാഹുലിനോടുള്ള ചതിയല്ല മോളെ, മറിച്ച് രാഹുലിന്റെ ആത്മാവിനോട് നീ ചെയ്യുന്ന നീതിയാണ്. ആ പാവം മോനെ, എന്റെ മോനെ ഓർത്ത് നീ ഇനി വേദനിപ്പിക്കരുത്. ഇന്ദിരാമ്മയുടെ ആ വാക്കുകൾ ആരതിയുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചമായി മാറി. രാഹുലേട്ടനും ഇതല്ലേ തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് അവൾ ഓർത്തു. എന്നാൽ മനുവിന്റെ ഉള്ളിലെ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതായിരുന്നില്ല. തന്നെ സ്നേഹിക്കാനും തനിക്ക് സ്നേഹിക്കാനും ആരുമില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. സ്നേഹിക്കപ്പെടാൻ തനിക്ക് ഭാഗ്യമില്ലെന്ന് അവൻ സ്വയം വിധിയെഴുതി. മനുവിന്റെ ഈ അകന്നുമാറൽ ആ വീട്ടിൽ പഴയതിലും വലിയൊരു ശൂന്യതയാണ് ആരതിക്ക് സമ്മാനിച്ചത്. രാഹുൽ പോയപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ ഭയം മനുവിനെയും തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവളിൽ പടർന്നു പിടിച്ചു. തന്റെ ഉള്ളിൽ മനുവിനും സ്ഥാനമുണ്ടെന്ന് അവൾ ആ സമയം തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി 9 മണി കഴിഞ്ഞിട്ടും മനു എത്തിയില്ല. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഫോൺ വിളിച്ചിട്ട് അവനെ കിട്ടുന്നുമില്ല. അവൾ ഉമ്മറത്ത് വല്ലാത്തൊരു ആദിയോടെ കാത്തുനിന്നു. ഒടുവിൽ 10 മണിയോടടുത്ത് ഗേറ്റിൽ മനുവിന്റെ ബൈക്കിന്റെ വെളിച്ചം കണ്ടപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. മഴ നനഞ്ഞ് ആകെ തളർന്ന് മനു ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ ആരതി അവനെയും നോക്കി പരിഭ്രമത്തോടെ അവിടെ തന്നെ നിന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടക്കാൻ തുനിഞ്ഞു. പക്ഷേ ഇത്തവണ അവൾ അവനെ കടന്നു പോകാൻ അനുവദിച്ചില്ല. അവൾ ഓടിച്ചെന്ന് മനുവിന്റെ കൈകളിൽ പിടിച്ചു. ആ പിടിയിൽ മനു ഒന്ന് ഞെട്ടി. അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവനെ തന്നെ നോക്കി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സോറി മനുവേട്ട, സോറി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്നോട് ക്ഷമിക്ക്. എന്നെ ഇനിയും ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഞാൻ ഏട്ടനെ വേദനിപ്പിച്ചതുപോലെ എന്നോട് ചെയ്യല്ലേ. ഇനിയും എനിക്കിത് സഹിക്കാൻ വയ്യ. മനുവേട്ടൻ കൂടി എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ എനിക്ക് പേടിയാ. എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകല്ലേ മനുവേട്ട, എനിക്ക് പേടിയാവുക, അവൾ കരച്ചിലോടെ പറഞ്ഞു. മനു ഒന്നും മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കൈകളിൽ അവളുടെ പിടുത്തം മുറുകി. എനിക്ക് എന്റെ രാഹുലേട്ടനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല മനുവേട്ട. പെട്ടെന്ന് എന്നല്ല, അത് ചത്താലും നടക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങളെയും വേണം. ഈ ലോകത്ത് തന്നെയില്ലാത്ത രാഹുലേട്ടൻ ഇനി ഒരിക്കലും നമുക്കിടയിൽ വരില്ല. രാഹുലേട്ടന്റെ പേരും പറഞ്ഞ് രാഹുലേട്ടനെയും ഓർത്ത് ഞാൻ ഇനിയും മനുവേട്ടനെ വേദനിപ്പിക്കില്ല. അങ്ങനെ വേദനിപ്പിച്ചാൽ രാഹുലേട്ടൻ ഒരിക്കലും എന്നോട് പൊറുക്കില്ല. സത്യം, എന്നോട് ക്ഷമിക്കും മനുവേട്ട. പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കെ പുണർന്നിരുന്നു. മനുവിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. നെഞ്ചിൽ അറിയുന്ന അവളുടെ കണ്ണീരിന്റെ ചൂട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ മനുവിനുള്ള സ്ഥാനം എന്താണെന്ന്. ഇത്രയും നാൾ തന്റെ ഉള്ളിൽ കിടന്ന എല്ലാ സങ്കടങ്ങളും ആ ഒരു നിമിഷത്തിൽ ഒലിച്ചു പോയതുപോലെ അവന് തോന്നി. അവൻ പതിയെ തന്റെ കൈകൾ ഉയർത്തി അവളെ ചേർത്തു പിടിച്ചു. സാരല്ല, പോട്ടെ, ഇങ്ങനെ കരയല്ലേ, മതി കരഞ്ഞേ. പറയുമ്പോൾ സങ്കടവും സന്തോഷവും കൊണ്ട് അവന്റെ സ്വരവും ഇടറിയിരുന്നു. അവൻ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവളുടെ നെറുകയിൽ അത്രമേൽ സ്നേഹത്തോടെ ചുംബിച്ചു. പുറത്ത് പെയ്തിരുന്ന കനത്ത മഴ പെയ്തൊഴിഞ്ഞതുപോലെ ആ മുറിയിലെ കാറ്റിൽ അപ്പോൾ വല്ലാത്തൊരു കുളിർമയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നും വന്ന ആ തണുത്ത കാറ്റിൽ എവിടെയോ ഇരുന്ന് രാഹുലും സംതൃപ്തിയോടെ പുഞ്ചിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വസന്തം വിരിയുകയായിരുന്നു. പരസ്പരം തിരിച്ചറിഞ്ഞും സ്നേഹിച്ചും മനുവും ആരതിയും മുന്നോട്ടു പോയി. എങ്കിലും വീട്ടിൽ തനിച്ചായി പോയ ഇന്ദിരാമയെക്കുറിച്ചുള്ള ആദി ആരതിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ മനുവും ആരതിയും പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് എൻ്റെ മോന്റെ ഓർമ്മകൾക്കിടയിൽ കഴിയാനാണിഷ്ടം എന്നും പറഞ്ഞ് അവർ സ്നേഹത്തോടെ അത് നിരസിക്കുകയാണുണ്ടായത്. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം പുലർച്ചെ നിർമ്മല ചെറിയമ്മയുടെ ഫോൺ വരുന്നത്. ഇന്ദിരാമയ്ക്ക് പെട്ടെന്ന് കടുത്ത നെഞ്ചുവേദനയും തളർച്ചയും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം കേട്ടതും ആരതി ആകെ തകർന്നുപോയി. കൈകാലുകൾ വിറച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന അവളുടെ തോളിൽ ചേർത്ത് വെച്ച മനുവിന്റെ കൈകൾ അവൾക്ക് വലിയൊരു ധൈര്യമായി. താൻ പേടിക്കണ്ട, വാ, നമുക്ക് വേഗം ഇറങ്ങാം. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് അല്ലെന്നൊരു ധൈര്യമുണ്ട്.
എങ്കിലും അമ്മയ്ക്ക് ഒന്നും പറ്റല്ലേ എന്ന ആദിയും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ഹോസ്പിറ്റലിൽ എത്തിയതു മുതൽ മനു സ്വന്തം മകനെപ്പോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നത്. ഡോക്ടർമാരെ കാണാനും മരുന്നുകൾ വാങ്ങാനും അവൻ ഓടി നടന്നു. തന്റെ അമ്മയ്ക്കു വേണ്ടി ഉറക്കമിളച്ചിരുന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന മനുവിനെ നോക്കി നിൽക്കുമ്പോൾ ആരതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവളോട് മാത്രമല്ല, അവൾക്ക് പ്രിയപ്പെട്ടവരോടും അവന് അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു. മാത്രവുമല്ല, ആദ്യം മുതലേ അവന് ഇന്ദിരാമ്മയോട് വല്ലാത്തൊരു സ്നേഹവും അലിവുമുണ്ട്. 2 ദിവസത്തെ തീവ്ര പരിചരണത്തിന് ശേഷം ഇന്ദിരാമ്മ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണ്ടത് തനിക്കരികിൽ ഉറക്കമിളച്ചിരിക്കുന്ന മനുവിന്റെ മുഖമാണ്. അവന്റെ മുഖത്ത് നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് ഞരക്കം കേട്ട് ഉണർന്ന മനു കാണുന്നത് തന്നെ നോക്കിക്കിടക്കുന്ന ഇന്ദിരാമ്മയെയാണ്. അവൻ വേഗം അവരുടെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു, "ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? വേദന കുറവുണ്ടോ?" അവന്റെ ആ ചോദ്യത്തിലും കരുതലിലും ഇന്ദിരാമ്മയ്ക്ക് തന്റെ രാഹുലിനെ തന്നെയാണ് ഓർമ്മ വന്നത്. അവരുടെ കൺകോണിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. മകൻ നഷ്ടപ്പെട്ട തനിക്ക് ദൈവം തിരികെ നൽകിയ മകനാണ് ഇപ്പോൾ തന്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് അവർക്ക് തോന്നി. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം കാറിലേക്ക് കയറാൻ നേരം മനു ഇന്ദിരാമ്മയുടെ കൈകളിൽ പതിയെ പിടിച്ചു. "അമ്മ ഇനി ആ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാ? അമ്മയുടെ രാഹുലിന്റെ ഓർമ്മകൾ ആ വീട്ടിൽ മാത്രമല്ല ഉള്ളത്, ഞങ്ങളുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ വരണം." മനു പറഞ്ഞതും ഇന്ദിരാമ്മ മനുവിനെയും ആരതിയെയും മാറി മാറി നോക്കി. അവൾ പ്രതീക്ഷയോടെ, എന്നാൽ അതിലുപരി യാചനയോടെ ഇന്ദിരാമ്മയെ നോക്കി കണ്ണുകൊണ്ട് കെഞ്ചി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു, മുഖം ദയനീയമായി. അത് മനസ്സിലാക്കിയതുപോലെ പെട്ടെന്ന് മനു പറഞ്ഞു, "അല്ലെങ്കിൽ വേണ്ട, അമ്മ ഞങ്ങളുടെ കൂടെ വരണ്ട. അമ്മയുടെ മോൻ ജീവിച്ച വീട് വിട്ട്, ആ ഓർമ്മകൾ വിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ വരണ്ട. അതിന് നിർബന്ധിച്ചാൽ ഒരു അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോകും അത്. പക്ഷേ അമ്മയെ തനിച്ചാക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അമ്മയ്ക്കൊപ്പം വന്നു നിൽക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം." മനു പറഞ്ഞത് കേട്ട് ഇന്ദിരാമ്മയുടെയും ആരതിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇന്ദിരാമ്മ സ്നേഹത്തോടെ മനുവിന്റെ കൈയിലേക്ക് അവരുടെ കൈ ചേർത്ത് വെച്ചപ്പോൾ ആരതി അവന്റെ കൈയിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് തല ചേർത്ത് വെച്ചു. ആ വീട്ടിൽ ഇപ്പോൾ 3 പേരുണ്ട്. ഒപ്പം എവിടെയോ ഇരുന്ന് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന രാഹുലും. ആരതി അടുക്കളയിൽ നിന്ന് ചായയുമായി ഹാളിലേക്ക് വരുമ്പോൾ കണ്ടത് സോഫയിലിരുന്ന് എന്തോ തമാശ പറഞ്ഞു ചിരിക്കുന്ന മനുവിനെയും ഇന്ദിരാമ്മയെയുമാണ്. ഒരു നിമിഷം അവൾക്ക് രാഹുലിനെ തന്നെ ഓർമ്മ വന്നു. ആ അമ്മയുടെ ഉള്ളിലെ മകനെക്കുറിച്ചുള്ള മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് അവൾക്കറിയാം. ഇനി ഒരിക്കലും അത് ഉണങ്ങില്ലെന്നും. എങ്കിലും ആ മുറിവിൽ ആശ്വാസം പകരാൻ മനുവിന് ആകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അമ്മയ്ക്ക് മാത്രമല്ല, തനിക്കും അവനൊരു ആശ്വാസമാണ്. അതിലുപരി അവനിപ്പോൾ ജീവനാണ്. അവൾ നേർത്തൊരു ചിരിയോടെ തന്നെ അവർക്കരികിൽ ചെന്നിരുന്നതും മനു ഒരു കൈകൊണ്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. മനുവിന്റെ ഉള്ളിലും ഇപ്പോൾ ആശ്വാസമാണ്, സമാധാനമാണ്. തന്നെ സ്നേഹിക്കാനും തനിക്ക് സ്നേഹിക്കാനും ഇനി ആരും ഉണ്ടാകില്ലെന്ന് കരുതിയെടുത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഭാര്യയെയും അമ്മയെയുമാണ്. അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ സന്തോഷം ഇതുപോലെ തന്നെ ഇവർക്കിടയിൽ ഇനി എന്നും നിറഞ്ഞു നിൽക്കട്ടെ.